ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം നമ്മുടെ അടുക്കളയിൽ പാചകത്തിലാകട്ടോ. ഒരു സവാളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് എടുത്ത് പൊടിയുടെ കളവൊക്കെ കണ്ട അന്തം വിട്ടിരിക്കുക നമ്മുടെ വേദ. നിനക്ക് കഴിക്കാൻ വേണോ? നിന്നെ പോലെ തനിച്ച് ഭക്ഷണം ഉണ്ടാക്കി തനിച്ചിരുന്ന് കഴിക്കുന്ന അത്രയും മര്യാദ കെട്ടവൻ ഞാനല്ലാത്തത് കൊണ്ട് നിനക്ക് വേണമെങ്കിൽ കുറച്ച് തരാം എന്നിങ്ങനെ പറഞ്ഞു. എടുത്തോണ്ട് പോയെടുത്ത് ഞണ്ണി നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ വേദ ഒന്ന് ചിരിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. അതെ, ഇങ്ങനെ അത് തൃപ്തിയോടെ കഴിക്കുന്നത് മാത്രം ഒന്ന് കണ്ടാൽ മതി എനിക്കെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, പക്ഷെ കൊതി പറ്റിച്ച് എന്നെ വയറ് കേടാക്കരുത്, പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് വേദം നിൽക്കുക. ഉണ്ടാക്കിയതെല്ലാം പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് നിന്റെ അച്ഛൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ വിചാരിച്ചാൽ പോലും ഈ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ആ ഒരു അടുക്കള പരിചയമൊക്കെ സുധാകർ മാഷിൻ്റെ മകനുണ്ട് എന്നൊക്കെ പറഞ്ഞു. കേട്ടോടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയെ കളിയാക്കുക. വേദയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിക്രം കുറച്ചെടുത്ത് വായിലേക്ക് ഇടുന്നത്. വായിലേക്ക് ഇട്ടത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് വിക്രത്തിന് അറിയത്തില്ല. വിക്രം ഇങ്ങനെ നിന്ന് ഉരുകും. എന്നിട്ട് വേദയെ നോക്കുവാണ്. വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു അളിഞ്ഞ ചിരിയൊക്കെ ചിരിച്ച് വിക്രം ഇങ്ങനെ നിൽക്കുന്നു. വിക്രത്തിന് തിന്നാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഴുങ്ങി വിടുമ്പം ഇയാൾക്ക് ഇത് എന്താ പറ്റിയതെന്ന് നമ്മുടെ വേദ ചിന്തിക്കുക. ആ സമയത്ത് ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ വേദയുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുക. കഴിക്കുന്നില്ലേ എന്നൊക്കെ വേദ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു ഒറ്റ ഓട്ടമായിരുന്നു നമ്മുടെ വിക്രം. എന്നിട്ട് കുറച്ചെടുത്ത് വേദ വായിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഉപ്പെന്ന് പറഞ്ഞാൽ ഈ ഉപ്പിന് എന്താ പേരെന്ന് പോലും പറയാൻ പറ്റാത്തത്ര ഉപ്പ്. നമ്മുടെ വിക്രം ഛർദ്ദിച്ചു ഉപ്പിൻ്റെ ഗുണം കൊണ്ടേ. അന്നേരം നമ്മുടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട കലക്കി സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വേദ. ഇപ്പോഴാണ് ഇതിൻ്റെ പേര് ശരിക്കും ഉപ്പ് മാവായതെന്ന് വേദ പറയുമ്പം വിക്രം ഇങ്ങനെ അളിഞ്ഞ ചിരിയായിട്ട് തന്നെ നിൽക്കുകയാണ്. വേദയുടെ പിന്നെ ചമ്മി വിളറി. ആ ഒരു സമയത്ത് ബിൽഡപ്പ് കണ്ടപ്പോഴേ താൻ കുളവാക്കുമെന്ന് ഞാൻ കരുതിയതായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വേദയോട് ചോദിച്ചു വിക്രം. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതെടുത്തിൽ കലക്ക, എന്നിട്ട് പാശു കാടി മോന്തുന്നത് പോലെ കോരിയെടുത്ത് അങ്ങ് കുടിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക കേട്ടോ. ഒരു പാത്രം മാവ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത താനൊക്കെ എവിടുത്തെ ഗുണ്ടയാടോ എന്നും പറഞ്ഞ് വേദ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുക. ഗുണ്ടകൾക്ക് വരെ താനൊക്കെ ഒരു നാണക്കേടാണല്ലോടോ എന്നും പറഞ്ഞു. ഗുണ്ടകളോട് കൂടി പേര് കളയാനായിട്ട് മോശം എന്നും പറഞ്ഞ് നമ്മുടെ വേദ എവിടെ നിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രാധയെയും അമ്മയെയും ആണ് കേട്ടോ. അച്ഛനും അമ്മയും കൂടെ വിക്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മോളെ എവിടെ ഇട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മോള് വിഷമിക്കാതെടി, നിന്റെ കാര്യത്തിൽ അച്ഛനൊരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പം അവളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് നിങ്ങളായിട്ട് ഇനി കഷ്ടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മണിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നീ ചുമ്മാതിരിക്കാൻ അച്ഛൻ പറയുന്നു. വിക്രത്തിനെ അയാൾ ഗുണ്ടയാക്കി കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ? പലിശക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാ. നീ ചുമ്മാ ഇപ്പോഴും വിക്രത്തിൻ്റെ പിറകെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളോട് പറയുന്നു. നീ ഒരു 150 രൂപ ഇങ്ങത്താ, അച്ഛനെ ഒരെണ്ണം പോയി വിട്ടിട്ടേ അവൻ്റെ മുഖത്ത് നോക്കി നല്ല തെറി വരട്ടിട്ട് സടേന്ന് വരാമെന്ന് അച്ഛൻ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മോളും നോക്കണു. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് അവളോട് കുടിക്കാൻ കാശ് ചോദിക്കണം അല്ലേന്നും ചോദിച്ചുകൊണ്ട് അമ്മ വഴക്ക് പറഞ്ഞു. നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്. അയ്യോ, അത് എനിക്ക് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല, അവൾക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണെന്ന് അച്ഛൻ മോളോട് പറയുന്നു. ആ വിക്രം ആണെങ്കിൽ ഇനി വക കാര്യങ്ങളിലൊന്നും ഇടപെടാനും പോവില്ല. ഒന്ന് ചങ്കുറപ്പോടെ ചോദിക്കാനേ ഇത്തിരി ഊർജ്ജം വേണ്ടേ മാലതി, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം ആദ്യം അച്ഛൻ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ, എൻ്റെ വണ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതെ, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ വിക്രം ഇനിയിപ്പോൾ രാധയുടെ വണ്ടി ചോദിക്കാനും വരില്ലെന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിക്രത്തിൻ്റെ കാര്യവും ശ്രീനിവാസൻ്റെ കാര്യവും അതുപോലെ തന്നെ രാധയുടെ വണ്ടി കൊണ്ടുപോയതിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അങ്ങനെ അച്ഛൻ ഉടക്കൊണ്ടാക്കി ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല, ഇനിയിപ്പോൾ വണ്ടി ചെന്ന് നമ്മൾ CC അടച്ചെടുത്തില്ലെങ്കിൽ അവർ വണ്ടി ലേലത്തിന് വയ്ക്കുമേ എന്നൊക്കെ രാധ പറയുവാണേ. എനിക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പം കാശ് ഉണ്ടാക്കാത്തത് കൊണ്ടല്ലല്ലോ, ഒരു കാര്യമില്ലാതെ അത് അവനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ചിലവാക്കിയിട്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇനി കരഞ്ഞിട്ട് എന്താ കാര്യമൊന്നും അമ്മ മോളോട് ചോദിക്കാം. നീ അത് വിട്ടുകളാ, ഇനി അതും പറഞ്ഞ് ഞാൻ നിന്നെ വിഷമിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണാം. എടി പോട്ടെ, നീ വിഷമിക്കാതെ, നീ വാ
അകത്ത് വന്നിരിക്കുന്നു പറഞ്ഞ് അമ്മ മോളെയും വിളിച്ച് അകത്തേക്ക് പോവാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിക്രത്തെയും വേദയും ആണ് കേട്ടോ. വിക്രമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വേദ അവിടെ ചപ്പാത്തി ഉണ്ടാക്കുക. വിക്രം എന്നിട്ട് പതുക്കെ ഇങ്ങനെ വേദ എവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ സൈഡ് പറ്റി ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് വന്നപ്പോൾ വേദ എവിടെ എന്തോ ഉണ്ടാക്കുന്നു. ഒന്നും അല്ലാത്തതുപോലെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ ആശാൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ വേദ പറഞ്ഞു, ഞാൻ രാത്രിയിലേക്ക് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുകയാണെന്ന്. വിക്രം തന്നെ വേണ്ട നോക്കാം, നിങ്ങൾ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കില്ല എന്നല്ലേ പറഞ്ഞതെന്ന് വേദ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട എന്ന് വിക്രം പറഞ്ഞു. ഒരു ദിവസം പട്ടിണി കിടന്നു വെച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ എനിക്ക്. പക്ഷെ ഗ്യാസ് ഫോം ചെയ്യും, വയറ് കത്തും, നെഞ്ചരിച്ചിൽ വരുമെന്ന് വേദ. എനിക്ക് അങ്ങനെയൊന്നും വരാനേ പോകുന്നില്ല, അതെനിക്കറിയാം. നിങ്ങൾ ഗുണ്ടകൾക്ക് എന്നും നേരിടാനുള്ള കഴിവുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ സാധാരണക്കാരെ പോലെ അല്ലല്ലോ നിങ്ങൾ. ദേ ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ ഈ പരിഹാസത്തിലുള്ള ഗുണ്ടാവിളി ഉണ്ടല്ലോ, അത് നീ അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞു. അയ്യോ, ഞാനത് നിങ്ങൾക്കൊരു അഭിമാനമാണല്ലോ എന്ന് കരുതി വിളിക്കുന്നതല്ലേ? അത് അപമാനമാണോ? ഒഫീഷ്യൽ ഗുണ്ടി ഓഫ് ശ്രീകാര്യം ശ്രീനിവാസൻ, കെയർ ഓഫ് പീപ്പിൾസ് പ്രോഗ്രസ് പാർട്ടി, ഇതല്ലേ നിങ്ങളുടെ അഡ്രസ്സ് എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക. അതെന്താ മാറിയോ വിക്രു എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് അങ്ങ് പോയി. വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ വർഷ കുഞ്ഞിന് താരാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പത്മത്തിൻ്റെ ശങ്കരനെയും പത്മത്തിനെയും കാണാനായിട്ട് വർഷയുടെ അച്ഛൻ കയറി വരുന്നത്. ഇതെന്താ ശങ്കരേട്ട ഇതെന്താ ഈ നേരത്ത് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വെറുതെ വന്നതാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് ഇയാൾ പറയും കേട്ടോ. മക്കളുണ്ടാകുമ്പോഴല്ല, പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സ് പിടിച്ചാൽ നിൽക്കാത്തതെന്നും കുഞ്ഞിനെ കാണണമെന്ന് തോന്നിയാലേ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റൂല എന്നും അദ്ദേഹം പറയും. വർഷയും കുഞ്ഞും റൂമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് വന്നില്ലേന്ന് ചോദിച്ചു. എത്താറാകുന്നതേ ഉള്ളൂ, ശങ്കരേട്ടനും അല്പം വൈകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളകത്തേക്ക് കയറി ചെന്നു. പത്മ വാതിലടച്ചിട്ട് അടുക്കളയിലേക്കും പോയി. ഈ സമയത്ത് വാതിൽ വന്ന് കൊട്ടിയപ്പം അച്ഛനായിരുന്നു. ഞാനോർത്ത് ശ്രീയേട്ടൻ്റെ അച്ഛനായിരിക്കും എന്ന്. അപ്പോൾ കുഞ്ഞെന്തേ മോളെ? കുഞ്ഞുറങ്ങി അച്ഛാ. അപ്പോഴേക്കും അച്ഛൻ വന്ന് മോളെ കുഞ്ഞിനെയൊക്കെ കണ്ടു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ കുഞ്ഞിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. പിന്നെ അച്ഛനറിയാലോ ആളുടെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്, അത് മാറുന്നില്ല താനുമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനോടൊപ്പം തന്നെ നമ്മുടെ ശങ്കരൻ്റെ കാര്യവും പറയാം. ഞാൻ അതുകൊണ്ട് തന്നെ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഇദ്ദേഹം പറയുക. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താച്ചാ വേദയുടെ കാര്യത്തിൽ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിലെ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇദ്ദേഹം പറയുക. ശ്രീകാന്ത് ഇപ്പോഴും എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീയേട്ടൻ ചിലതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അവിടുത്തെ വിനയനെ സ്വാധീനിച്ചോ അങ്ങനെ എന്തൊക്കെയോ ചില പരിപാടികളും കാര്യങ്ങളും. അതൊന്നും നടപ്പിലാകുന്ന കാര്യങ്ങളൊന്നും അല്ല വർഷേ. നടന്നാൽ അത് നടന്നോട്ടെ, ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല. പക്ഷേ ദർശനും വേദയും ഇനി ഒന്നാകുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നും ചെയ്തു വെക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പം ശങ്കരേട്ടൻ ഇനി പഴയതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 2 തവണയായില്ലേ ഈ അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ പ്ലാൻ ചെയ്യാം. ഒരിക്കൽ കൂടി അത് സംഭവിച്ചാൽ അത് മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ വല്ലാത്തൊരിത്. ആദ്യത്തേതിലും സ്ട്രോങ് ആയിരുന്നു ഇത്തവണത്തേത്. അടുത്തത് ഇനിയും സ്ട്രോങ് ആയാലോ? പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഡോക്ടറോട് വിശദമായി സംസാരിച്ചതാണ് മോളെ. അദ്ദേഹം പറയുന്നത് വീട്ടിലെ സ്ത്രീകൾ പാനിക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന കാര്യവും പറയാം. എന്നോടും ശ്രീകാന്തിനോടും വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചു എന്നും പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ശങ്കരേട്ടൻ്റെ ജീവന് തന്നെ നഷ്ടം സംഭവിച്ചാൽ എന്ത് നടക്കുമെന്ന് ഓർക്കുന്നുണ്ടോ നീ? അച്ഛാ എന്താ അച്ഛൻ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു വർഷ. ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കണം വർഷ, അല്ലെങ്കിലേ സ്വത്തിൻ്റെ അവകാശം പറഞ്ഞ് ആ ഗുണ്ടാ വിക്രം ഇവിടെ കയറി വരും എന്ന് പറഞ്ഞു. അതിന് അങ്ങനൊരു മകളില്ല എന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ. വായു കൊണ്ട് എന്തും പറയാമല്ലോ, പക്ഷേ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ ചിലപ്പോൾ വേദയുടെ അവകാശങ്ങളായിട്ട് നിന്റെ ആങ്ങള ദർശൻ തന്നെ കേസുമായി ഇറങ്ങിപ്പോകുമെന്നും വരും. അങ്ങനെ സംഭവിക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ശങ്കരേട്ടൻ്റെ സ്വത്തുവകകളെല്ലാം കമ്പനികളും ഭൂമിയും പ്ലാന്റേഷൻസും എല്ലാം 2ആയി ഭാഗിക്കാൻ പറയണം. ശ്രീകാന്തിനും ദീപ്തിക്കും.
ദീപ്തിയുടെ ഭാഗം അവസാനം നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്നു ചേരുകയും ചെയ്യും. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ ഇയാൾ പറയുവാണ്. ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവനും ആ ഗുണ്ടയും അവൻ്റെ കുടുംബവും അനുഭവിക്കണോ മോളെ? അപ്പം ഞാനെന്താ ചെയ്യേണ്ടത് അച്ഛൻ പറ? ചെയ്യേണ്ടത് നീയല്ല, നിന്റെ ഭർത്താവ്. അവനെ കൊണ്ട് ചെയ്യിക്കണം എന്നും പറഞ്ഞു കൊടുക്കുക. വേദയോടുള്ള പകയും ദേഷ്യവും ഒക്കെ ഒന്ന് അലിഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ശങ്കരനേട്ടനെ നിർബന്ധിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക മകൾക്ക് അച്ഛൻ. ആദ്യം ശ്രീകാന്ത് നോക്കി നടത്തുന്ന കമ്പനികൾ മുഴുവനും അവൻ്റെ പേരിൽ എഴുതി വാങ്ങിക്കാനായിട്ട് പറയാൻ പറഞ്ഞു. പിന്നെ ബാക്കി പിന്നീട് നമുക്ക് ആലോചിക്കാം. സ്വന്തം അച്ഛനായതുകൊണ്ട് അവൻ അങ്ങനെ സംസാരിക്കാൻ മടിയുണ്ടായിരിക്കും. അത് നീ വേണം മാറ്റിയെടുക്കാനായിട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? അങ്ങനെ അച്ഛൻ മോൾക്കെല്ലാം പറഞ്ഞു കൊടുത്ത് കുഞ്ഞുവാവയും കൊഞ്ചിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞ് പിന്നെ വേദ ഫുഡ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് നോക്കുക. വിക്രത്തെ വിളിച്ചു. വിക്രം അവിടെ ചെന്ന് കമിഴ്ന്ന് കിടക്കുക. വിക്രത്തിന് ഫുഡ് വേണ്ടല്ലോ? വേണ്ടെന്ന് പറഞ്ഞല്ലേ ചോദിച്ചു. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞു വിക്രം വേദ കഴിക്കാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ വിക്രത്തിനാണ് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. വിക്രം എന്നിട്ട് മണം വന്നിട്ട് നല്ല മണം വരുന്നുണ്ടല്ലോ. അപ്പോൾ വേദ നല്ല ഇതായിട്ട് ഇങ്ങനെ കഴിക്കാം. വിക്രം മണം പിടിച്ചിട്ട് നല്ല മണമെന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കുന്നു. വേദ അന്നേരം വിക്രത്തെ നോക്കുന്നു. മണം വരാതിരിക്കാൻ തലേണ എടുത്ത് മുഖം മൂടിയിട്ട് അതിന് മേലെ പുതപ്പിട്ട് മൂടിയിട്ടൊക്കെ വിക്രം കിടക്കുക. പക്ഷെ മണം പോകുന്നില്ല. വേദ കഴിച്ചിട്ട് എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ പുതച്ച് മൂടി കിടക്കല്ലേ. വേദ പുതപ്പ് മാറ്റി. ഇതെന്നെ കാണിക്കുന്ന ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകുന്നുണ്ടോ? മനുഷ്യനോട് ഉറങ്ങണമെന്ന് പറഞ്ഞു. അതിന് ഉറങ്ങാനുള്ള നേരമൊന്നും ആയില്ലല്ലോ എൻ്റെ വിക്രവും. എനിക്ക് ഉറങ്ങാനുള്ള നേരമായി, തലവഴി മൂടി പുതച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ വിക്രത്തോട് പറയുമ്പോൾ വിക്രം തിരിഞ്ഞു കിടക്കുക. എൻ്റെ പൊന്നെ, ഇന്നത്തെ കിഴങ്ങ് കറി അയ്യോ അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ വേദ പറയാം. എല്ലാം പാകം. ഇത്ര നാളായി ഇത്രയും നല്ലൊരു സ്റ്റൂ ഞാൻ കഴിച്ചിട്ട് എന്നൊക്കെ വേദ നിന്ന് പറയാം. വിക്രത്തിന് വായിൽ വെള്ളം വരാൻ തുടങ്ങി കേട്ടോ. അല്ല, നീ ഇവിടെയാണോ കിടക്കാൻ പോകുന്നത്? അതെന്താ, ഞാൻ ഇവിടെ തന്നെയല്ലേ കിടക്കേണ്ടതെന്ന് ചോദിക്കുമ്പം ആ ഹോളിലായിരുന്നല്ലോ പായ വിരിപ്പ്, അവിടെ തന്നെ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പണ്ടത്തെ കാര്യം. നമ്മൾ 3 തവണ കല്യാണം കഴിച്ച അപൂർവ ദമ്പതികളല്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ ഈ മുറിയിൽ നിന്നും മാറൂലെന്നും വേദ പറയണം. അങ്ങനെ അതും പറഞ്ഞു വേദ ഇങ്ങനെ നിൽക്കുക. വിക്രം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ വേദ പാട്ട് പാടി. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ അതെന്താ വിക്രവും നല്ല പാട്ടല്ലേ ഞാൻ പാടിയത്? ഋഷി കപൂറും ഡിംപിൾ കപാനിയും എന്തൊരു കെമിസ്ട്രി ആയിരുന്നു അവരുടേതെന്നൊക്കെ വേദ പറയുമ്പോൾ നമുക്കിടയിൽ അങ്ങനെ കെമിസ്ട്രിയും ഫിസിക്സ് ഒന്നും ഇല്ല കേട്ടോ എന്ന് വിക്രം പറഞ്ഞു. ഇങ്ങനെ വെട്ടുപോത്തിനെ നടന്നാലേ കെമിസ്ട്രി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് തനിയെ ഉണ്ടായി വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിലേ അതിൻ്റേതായ സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടാകണം. ആ സിറ്റുവേഷൻ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും വേണം. പൂക്കളൊക്കെ വിരിയുന്നത് പോലെ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒന്നാ അത്. എൻ്റെ പൊന്നോ വേണ്ട, താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് വിക്രം. മനസ്സിലെ അല്പമെങ്കിലും ആർദ്രതയുണ്ടെങ്കിലേ അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതറിയാവോ എന്ന് ചോദിച്ചു. അല്പം കവിതയും സംഗീതവും ഒക്കെ അതിനാവശ്യമാണ്, അതറിയാവോ എന്ന് ചോദിച്ചു. ഇതൊക്കെ വിക്രുവിന് പറഞ്ഞിട്ടുള്ളതൊന്നും അല്ലെന്നേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാം. എന്നിട്ട് പിന്നെ കവിതയൊക്കെ പാടി കേൾപ്പിച്ച് നമ്മുടെ വേദ ഇങ്ങനെ വിക്രത്തെ വശീകരിച്ചിങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു മുറിയിൽ ബന്ധിതരായ ആ കാമുകന്മാരെ കുറിച്ചുള്ള കവിതയൊക്കെ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ വേദ ഇങ്ങനെ വിക്രത്തോട് ചോദിച്ചു. വിക്രത്തിൻ്റെ നോട്ടം കണ്ടപ്പോൾ വേദ അത് കേട്ടേ, അങ്ങനെ ഒരു വേഷം കെട്ടുമായിട്ട് നിങ്ങൾ വന്നാലുണ്ടല്ലോ ഷെയ്പ്പ് ഞാൻ മാറ്റിക്കളയും പറഞ്ഞേക്കാം. അപ്പം അയ്യേന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് എന്നതാ, നിങ്ങൾക്ക് മരണം വരെ നമ്മുടെ മുറിയിലെ കിടക്കിട അങ്ങേ അറ്റത്ത് മൂടി പൊതിച്ച് കിടക്കാനാണ് യോഗമെന്നും വേദ വിക്രത്തോട് പറഞ്ഞു. കേട്ടോ വിക്രക്കുട്ട? വിക്രം നേരം ഇങ്ങനെ നോക്കൂ. വേദേ തൊന്നും പറഞ്ഞിട്ട് നമ്മുടെ വേദ പാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും 2 ചെവിയും കൈകൊണ്ട് ഇങ്ങനെ വിരൽ കുത്തി കയറ്റി അടച്ചു പിടിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വേദ പാട്ട് നിർത്തുമോ? വേദ പാടിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.